ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നല്ലൊരു ഓട്ടട ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇട്ടിക്കണമെന്ന്. മലബാറുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഓട്ടട. മലബാറുകാരല്ല, ഞങ്ങൾ പാലക്കാട് ജില്ലക്കാർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഓട്ടട. ഇതുണ്ടെങ്കിൽ ഇപ്പോൾ കറി ഇല്ലെങ്കിലും നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിക്ക് ബീഫ് കറി പറ്റും, ചിക്കൻ കറി പറ്റും, കടലക്കറി പറ്റും. ഞാൻ ഇപ്പോൾ കടലക്കറി ആട്ടോ വെച്ചത്. നല്ല വറുത്തരച്ച കടലക്കറിയും ഓട്ടടയും നല്ല ടേസ്റ്റാക്കാരം. ഇത് നമുക്ക് രാവിലെ അരി അരച്ചിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ, കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് കുറച്ച് പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടാൽ മതി. വൈകുന്നേരം തന്നെ ഞാൻ വൈകുന്നേരത്ത് കടന്നപ്പോൾ തന്നെ വെള്ളത്തിലിട്ടു. അപ്പോൾ നല്ലോണം കുതിർന്നിരുന്നു. ഇതിപ്പോൾ ഒരു കടലക്കറി ഉണ്ടാക്കിയതാണ്. അങ്ങനെ അരി നല്ലോണം കുതിർന്നിരുന്നു. അപ്പോൾ രാവിലെ നല്ലോണം അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ട് നമ്മളെ ഒന്ന് കൂട്ടാക്കൊണ്ട് കേട്ടോ. അല്ലേ, നല്ല അടിപൊളി കടലക്കറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കണത്. നല്ല ടേസ്റ്റാണ്, നല്ല ചൂട് ചായയുടെ കൂടെ. ഇതിക്കിപ്പോൾ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല. പച്ചരി, കുറച്ച് ചോറും തേങ്ങയും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അല്ലേ, നല്ല സോഫ്റ്റ്. നമ്മൾ പത്തിരി ചട്ടി പറഞ്ഞാൽ അങ്ങനെ മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ, നല്ലോണം കുതിർന്നിട്ടുണ്ട്. വൈകുന്നേരത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ നല്ലോണം കുതിർത്തി ഒക്കെ വാർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ മിക്സിയിലിട്ട് നല്ലോണം നന്നായിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അരക്കുമ്പോൾ വല്ലാതെ വെള്ളം ചേർക്കരുത്. ഒരു പാകത്തിന് വെള്ളം ഏറിയത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിന് കുറുങ്ങനെയാണ്, വല്ലാതെ കുറുങ്ങനാവും വേണ്ട. അപ്പോൾ നമ്മൾ ഈ അരിൻ്റെ ഒപ്പം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഇട്ടതുകൊണ്ട് രാവിലെ നല്ലോണം കുതിർന്ന് എളുപ്പത്തിൽ അരിഞ്ഞ് കിട്ടും. നമ്മൾ ആ അരിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ എളുപ്പത്തിൽ അരിയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 സ്പൂൺ ചോറേ ചേർക്കണുള്ളൂ. ചോറ് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ചോറ് ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. ചോറ് ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമുള്ളൂ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ, വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. നമുക്കിതിൽ നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതൊക്കെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് അരിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ, കുറുന്നനായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അപ്പോൾ ആദ്യം കുറച്ച് അരച്ചിരുന്നു, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലേ, ഇങ്ങനെ കുറുകൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് ഇതിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടേ, ആ തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ഒന്നിന് വേകണം. പൊടി നല്ല വെട്ടി തിളക്കണം കേട്ടോ, നല്ലോണം വേകണം. പൊടി ഒന്നിന് വേകാൻ അധികം വെള്ളം ഒഴിച്ചണ്ട, കുറച്ച് തിളപ്പിച്ചാൽ മതി. വെട്ടി തിളക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കിട്ടോ. ഒഴിച്ചുമ്പോൾ കയ്യിലുകൊണ്ട് ഇളക്കും വേണം, അല്ലെങ്കിൽ കട്ടയാവും. പിന്നെ കട്ടയായ ബുദ്ധിമുട്ടാക്കാൻ നമുക്ക് ചുടാനൊക്കെ. വെള്ളം ഒഴിക്കും ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അധികമൊന്നും വേണ്ട, നല്ല തിളച്ച വെള്ളം ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ലൂസും പാകമാവും. എന്നുവെച്ചാൽ നമ്മൾ അരി അരച്ചപ്പോൾ വല്ലാതെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പാകത്തെ ലൂസാവും. പിന്നെ അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുറുന്നനെ അരച്ചതുകൊണ്ടേ ഇതിങ്ങനെ ലൂസ് വേണം കേട്ടോ. പറ്റ ലൂസ് ഉണ്ടാകാനും പറ്റില്ല, പറ്റ കുറുന്നനാകാനും പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കി നോക്കി. രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ അടുപ്പത്ത് തന്നെ ചുട്ടീനെ, മൺചട്ടിയിൽ. അതിനായിട്ട് ചട്ടി ഉണ്ടല്ലോ, ഓട്ടട ഇടുന്ന ചട്ടി, ഓട്ടട ചട്ടി ഉണ്ടല്ലോ, അതിൽ ചുട്ടാല നല്ല നേരം കേട്ടോ. നമ്മളെ നോൺ സ്റ്റിക്കിലൊന്നും ചുട്ടാൽ അങ്ങനെ നേരാവില്ല. ഗ്യാസുമ്മ ചുടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ ഒഴിച്ചിട്ട് പിന്നെ ഫ്ലെയിം ചെറുതാക്കണം. അതിനിങ്ങനെ കുമ്പളാളൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ അടച്ചേക്കണം. ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ടാണ് പിന്നെ തുറന്ന് വെച്ചിട്ട് എടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളെ പൊടിൻ്റെ കറക്റ്റ് ഇത് കേട്ടോ. ഇങ്ങനെയാണ് ഇത്, ഇത്രയും ലൂസ് വേണം. അപ്പോൾ നമ്മൾ ആ തിളച്ച വെള്ളം കൂടി മാത്രം പൊടിയൊക്കെ നല്ലോണം വെന്തു. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇത് എടുത്തേക്കേണ്ട ആവശ്യം, റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അപ്പള അരച്ചങ്ങാണ്ട് ഉണ്ടാക്കണ ഒരു ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്, പലഹാരമാണ്. ഈ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്താ പറയുക, ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അതിനാണ് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. നമുക്കത് ഞാൻ ഇതിൻ്റെ ഓർഡറിൻ്റെ വീഡിയോ ഞാൻ ആദ്യം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയാൽ കാണാം.
ഞാൻ ഓട്ടട ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. നല്ലൊരു കടിയാണല്ലോ രാവിലെ. പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഈ പുട്ടും നൂൽപുട്ടും ഒക്കെ ഉണ്ടാക്കി അപ്പമൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമുക്ക് ഓട്ടട എണ്ണാനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും. നമുക്ക് ചുടാൻ നോക്കിയാലോ. അതിനിപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ച് നമുക്ക് ആ ചട്ടി തീമക്കാം. ഇതാണിപ്പോൾ ആ ചട്ടി ഓട്ടട ഉടനെ എല്ലാവർക്കും അറിയുണ്ടാവും. പണ്ടൊക്കെ ഇതിന് പത്തിരി ചട്ടിന്നേ പറഞ്ഞു. എന്താ വെച്ചാൽ ഇതിൽ പത്തിരിയൊക്കെ തീരെ ചുട്ടീന്. ഞങ്ങളൊക്കെ കുട്ടികളായപ്പോൾ അടുപ്പത്ത് തന്നെയുള്ള പണിയെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ 3-4 ചട്ടി വെച്ചിട്ട് അതിലാണ് പത്തിരി ഇടുക. വലിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ 4 പത്തിരി ഉണ്ടെങ്കിൽ 4 ചട്ടി വെക്കും. അതിന് 4 അടുപ്പുണ്ടാവും. പിന്നെ ഇതിൻ്റെ വലിയ ചട്ടി വാങ്ങും കേട്ടോ, മൺചട്ടി. അതിൽ 3 ഒന്നിച്ചിരുന്ന അങ്ങനത്തെ കിട്ടീന്. പിന്നെ അങ്ങനെ ഈ ചട്ടി നല്ലോണം ചൂടാണ് കേട്ടോ. നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് നല്ല ചൂടായിട്ട് നല്ലോണം വെട്ടി തിളക്കണം. അത് നമ്മൾ വല്ലാതെ ചൂടാകാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിന്നെ ചട്ടിൻ്റെ അടി പിടിക്കാതെ തരും. ആദ്യം ഒഴിച്ചുമ്പോൾ നല്ല ചൂട്, ആ കുമ്പളകൾ വരുവോളം നല്ല ചൂട് വേണം കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ ചൂടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. ചട്ടിയൊക്കെ നല്ലോണം തിളച്ച് വരട്ടെ. നമുക്കൊരു തവി പൊടി നല്ലോണം തിളച്ചിട്ടുണ്ടാവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ, കയ്യിലോണ്ടൊന്നും ചെയ്യണ്ട, വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. കയ്യിലോണ്ട് നിങ്ങൾ അമർത്തിയും പരത്തൊന്നും ചെയ്യണ്ട. അപ്പോൾ പരത്തുമ്പോൾ പിന്നെ ഇതിൻ്റെ വക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഈ കുമ്പിളകളൊക്കെ വരട്ടെ. ഇപ്പം നിങ്ങൾ ഫ്ലെയിം ഒന്നും ചെറുതാക്കിയതേ, ഇപ്പം നല്ല ഫ്ലെയിം വേണം കേട്ടോ. ഈ കുമ്പിളകൾ വന്ന് അടച്ച് വെക്കുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം ചെറുതാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ കുമ്പിളകളൊക്കെ വരട്ടെ. അല്ലേ, കുമ്പിളകളൊക്കെ വരുന്നുണ്ട്. ഈ ചട്ടി വല്ലാതെ ചൂടായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ആദ്യത്തെ അപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ അപ്പം ശരിയാണ്. കുമ്പിളകളൊക്കെ വരുന്നുണ്ട്. പൊടിൻ്റെ അളവും ഇതൊക്കെ കറക്റ്റാട്ടോ. നമ്മൾ ചേർത്തതും ഇൻഗ്രീഡിയൻസ് ചേർത്തതൊക്കെ പാകമാണ്. തേങ്ങയും കുറച്ച് ചോറും വെളിച്ചെണ്ണയൊക്കെ അല്ലേ നമ്മൾ ചേർത്തിക്കണം, അതൊക്കെ പാകമാണ്. അങ്ങനെ തുറന്ന് വെച്ച് ഫ്ലെയിമൊക്കെ ചെറുതാക്കി അടച്ച് വെച്ച് പിന്നെ തുറന്ന് വെച്ചു കേട്ടോ. നമുക്ക് ചട്ടകം കൊണ്ടൊന്ന് എടുത്തോക്കാം. ചട്ടകം കൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടൂല കേട്ടോ. നമ്മൾ മറ്റേ ചട്ടിയിൽ നിന്ന് ഇട്ടുന്ന മാതിരി ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണത്. ഇതിപ്പോൾ ആദ്യത്തെ അപ്പം വല്ലാതെ ശരിയായിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, ഒന്ന് മുറിഞ്ഞൊക്കെ ചെയ്തു, കുറച്ച് അടി പിടിച്ചു. അപ്പോൾ നമുക്ക് ഇനി അത് കുറച്ച് ചൂട് കുറവായി തോന്നുന്നു. വല്ലാതെ ചൂടാകാതെ ഞാൻ ചട്ടി നല്ലോണം തിളച്ച് വരണം ഞാൻ ഒഴിച്ചത്. അതുകൊണ്ടാണ് ഇത് അടി പിടിച്ചത് കേട്ടോ. ഇനി അടുത്ത അപ്പം നമുക്ക് നോക്കാം, അടുത്ത് ശരിയാണ്ടോ. ഇപ്പോൾ ചട്ടി നല്ലോണം പുകഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ അടി പിടിച്ചതൊക്കെ നമ്മൾ ചട്ടം കൊണ്ട് വരുതി എടുത്തു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഈ അടി പിടിച്ചൂലേ. ഇത് നല്ലോണം ശരിയാവുണ്ടാവും. ഇത് നല്ലോണം ചൂടായിക്കണം. കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ചുട്ടെടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ദോശ ഇടുന്ന മാതിരി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മൺചട്ടിയിലല്ലേ നമ്മൾ ചുടുന്നത്. അപ്പോൾ ഇനി കുമിളകളൊക്കെ വന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. പിന്നെ കുമിളകളൊക്കെ വരുന്നുണ്ട്. നല്ലോണം ഫ്ലെയിം കൂട്ടണം കേട്ടോ. അപ്പോൾ ഫ്ലെയിമുകൾ കുറക്കാൻ നിൽക്കരുതേ. കുമിളകളൊക്കെ നല്ലോണം വരുമ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ ഇപ്പോൾ തീ കുറക്കണ്ട. അടച്ചു വെച്ചാൽ പിന്നെ തീ പറ്റ കുറക്കണം. അത് കുറച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചാൽ നല്ലോണം വെന്തിട്ടുണ്ടാവും. നല്ല ഇപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലേ, വക്കൊക്കെ വിട്ടിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് എടുക്കണ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടോ. അത് എടുക്കുന്നത് നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ അമർത്താൻ ചിലപ്പം മറന്നിട്ടുണ്ടാവും. എന്നാൽ മൂന്നാമത്തെ അപ്പം ചുട്ടാലോ, അത് എടുക്കണത് നോക്കാം നമുക്ക്. അങ്ങനെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം നമുക്ക് കേട്ടോ. ഇത് ലാസ്റ്റ് ആയപ്പോൾ നല്ലോണം ശരിയായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് ചട്ടി ഒന്ന് റെഡിയാകാം, പുതിയ ചട്ടിയാകൊണ്ടേ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടല്ലേ. നല്ല സോഫ്റ്റ് അപ്പായിക്കണം അല്ലേ. ഇതിപ്പോൾ വെറും ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇറച്ചിക്കറിയുടെ കൂടെ അല്ലെങ്കിൽ കടലക്കറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. മുട്ടക്കറിയൊക്കെ പറ്റും. തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് അങ്ങനെയും കഴിച്ചാൽ, വെറും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ ഓട്ടട എല്ലാവരും നമുക്ക് ചുട്ടെടുത്താലോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. ഇതുവരെ നമ്മളെ സപ്പോർട്ടാക്കാത്തവരൊക്കെ ഞാൻ വീണ്ടും പറയാണ്, സപ്പോർട്ടാക്കിയാണ്ട് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പറ്റാത്തവരൊക്കെ കമൻ്റ് അറിയിക്കൊണ്ടു. അങ്ങനെ നമ്മൾ ഓട്ടകളൊക്കെ ചുട്ടെടുക്കാം. കുറേ ഓട്ടട ഇട്ടിട്ടോ. 2 ഗ്ലാസ് പൊടിയായിട്ട് ഞാൻ ഒരു 15 ഓട്ടടയൊക്കെ ചുട്ടിട്ടോ. അല്ല ഇങ്ങനെ കുമിളകളും വരുമ്പോഴാണ് നല്ല ഫ്ലെയിം. ലാസ്റ്റ് ആയപ്പോൾ നല്ല നേരമായിട്ടോ. ആദ്യം ചുട്ടപ്പോൾ കുറച്ച് ചട്ടിയിൽ നിന്ന് കിട്ടലേ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചട്ടി ഒന്ന് മയം വന്നപ്പോൾ ഒക്കെ കിട്ടി. അങ്ങനെ അല്ലേ നല്ല ചൂട് ചായയുടെ ഒപ്പം അങ്ങനെ കഴിച്ചാലേ ഓട്ടടേ നല്ല ടേസ്റ്റാണ്. ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കണ്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അപ്പോൾ ഇതൊക്കെ അടിയിൽ നിന്ന് പോരണം. അല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചാൽ പിന്നെ വേണമെങ്കിൽ തുണി കഷ്ണം കൊണ്ട് നിങ്ങളത് തുടച്ചെടുത്തോളി. എണ്ണയൊന്നും പറ്റണ്ട. എണ്ണ പറ്റിയാൽ
ആകെ പോകാനുള്ളക്കാരം എണ്ണ വറ്റാൻ പറ്റില്ല. അതിൻ്റെ ഇതൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് പാരുക. ഒഴിച്ചുമ്പോൾ നല്ല ചൂട് കൊടുക്കാൻ ഒഴിച്ചു നല്ല ഒക്കെ ചുട്ടെടുത്തിട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ, പഞ്ഞി പോലത്തെ സോഫ്റ്റായ ഓട്ടടയാണ്. അതിലേക്ക് ഞാൻ നല്ല വറുത്തരച്ചൊരു കടലക്കറി ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഇറച്ചിക്കറിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കടലക്കറി ഉണ്ടാക്കിയപ്പോൾ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ അതേപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊക്കെ കുറേ വട്ടം പറഞ്ഞാൽ എല്ലാവർക്കും വെറുക്കും അതല്ലേ. ഞാൻ എൻ്റെ ചാനലിൽ ആദ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ മലപ്പുറത്തുകാരൊക്കെ നല്ലൊരു ഇഷ്ട വിഭവമാണ് ഓട്ടട. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് രാത്രിക്കൊക്കെ ഭക്ഷണമായിട്ടും കഴിച്ചാട്ടോ, നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ട് ഫോട്ടോ എടുത്തതാണ്, കഴിക്കണ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ച്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.